ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. n-1 CR is equal to k square minus 8 into NCR plus 1 if and only if എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം നമുക്ക് ആ NCRന്റെ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് തന്നിരിക്കുന്നത് എന്താ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് n-1 CR is equal to k square minus 8 into NCR plus 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്ന് പറഞ്ഞാൽ NCRനെ എവിടെ കണ്ടാലും നമുക്ക് അതിനെ n/r ഇൻറ്റു n-1 CR - 1 എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് ഒന്ന് കുറച്ചു, ഇവിടെ നിന്ന് ഒന്ന് കുറച്ചു, ഈ n/r ഇവിടെ എടുത്ത് എഴുതുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ അറിയേണ്ട ഒരു റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് RHS ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഇസ് k square minus 8 ഇൻറ്റു n/r plus 1 ഇൻറ്റു n-1 CR എന്ന് കിട്ടി. ഇവിടെ LHSൽ n-1 CR ഉണ്ട്. വളരെ സിമ്പിളായിട്ട് n-1 CR എന്തായിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടാൻ പോണത്, r+1/n ആണ് k square minus 8 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഈ n-1 CR അതൊക്കെ ഡിഫൈൻഡ് ആയിരിക്കണമെങ്കിൽ n-1 ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r. അതേപോലെ n ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r+1. രണ്ടും സെയിം കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ r+1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ r+1/n ആണ് നമ്മൾ k square minus 8 എഴുതി വെച്ചിരിക്കുന്നത്. മോർ ഓവർ നമുക്കറിയാം r+1/n എന്തായാലും ഒരു പോസിറ്റീവ് നമ്പറും ആയിരിക്കും. റൈറ്റ്, r+1/n എന്തായാലും ഒരു പോസിറ്റീവ് നമ്പറും ആയിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് r+1/n is between 0 and 1. അഥവാ 0നും 1നും ഇടയിലാണ് നമ്മുടെ k square minus 8 ഉണ്ടാവുക. അപ്പോൾ k സ്ക്വയറിൻ്റെ വാല്യൂ 8നും 9നും ഇടയിലായിരിക്കും. അപ്പോൾ k വാല്യൂ എന്ന് പറഞ്ഞാൽ 2√2നും 3നും ഇടയിലായിരിക്കും. അതാണ് ഒരു പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. പോസിറ്റീവ് വാല്യൂസ് ഓഫ് k ആയിട്ട് അവർ തന്നിരിക്കുന്നത് 2√2നും 3നും ഇടയിൽ. ഓക്കെ, 2√2നും 3നും ഇടയിൽ എന്നുള്ള ആൻസറാണ് എൻ്റെ റൈറ്റ് ആൻസർ.